everyone, Jaify's kitchenലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഒരു അടിപൊളി ചക്കപ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ട്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ നമുക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഈ അളവ് വെച്ചിട്ട് ഒരു 10 പേർക്ക് നമുക്ക് പ്രഥമൻ സെർവ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് 15 ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി നുറുക്കിയെടുക്കുക. 3/4 കപ്പ് സാബുദാന നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിയൊക്കെ കുക്ക് ചെയ്യുന്നത് പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് 15 മുതൽ 20 മിനിറ്റ് തിളപ്പിക്കുക. നന്നായി വെന്ത ശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അപ്പോൾ തന്നെ 1.5 കപ്പ് തണുത്ത പശുവിൻ പാലിലോ തേങ്ങാപ്പാലിലോ മുങ്ങിക്കിടക്കുമാറ് സോക്ക് ചെയ്ത് വെക്കുക. സാബുദാന കട്ടയായി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുളി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കി അല്പം ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ട്സും വറുത്തെടുക്കുക. ശേഷം 2 പിടി തേങ്ങാക്കൊത്ത് ഇളം ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കുക. ഇത് നമ്മുടെ ചക്കച്ചോള അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നെയ്യിലേക്കിട്ട് 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. സാബുദാന വെന്ത ശേഷം ഇതേപോലെയാണ് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ ഉപയോഗിക്കാൻ പറ്റും. നന്നായി വഴന്ന ശേഷം 500 ml അല്ലെങ്കിൽ 2 കപ്പ് 3/4 പാൽ ചേർത്ത് ചക്ക കുക്ക് ചെയ്തെടുക്കാം. ഒരു തേങ്ങയുടെ 3/4 ഭാഗം പാലിനായും 1/4 ഭാഗം തേങ്ങാക്കൊത്തിനുമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ ഫുള്ളായിട്ട് ഒരു തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എളുപ്പത്തിൽ ചക്ക കുക്ക് ചെയ്തെടുക്കാൻ കുക്കർ ഉപയോഗിക്കാം. അതിനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ അടുപ്പിച്ചാൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. പക്ഷേ 3/4 പാൽ ചേർത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് പ്രഥമന് ടേസ്റ്റ് കൂടുന്നത്. മാത്രമല്ല ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ രീതി തന്നെ ഫോളോ ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം അടപ്പ് വെച്ച് മൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇതിന് എനിക്ക് 15 മിനിറ്റ് എടുത്തു. ഇനി നമുക്ക് ശർക്കര പാനി ചേർക്കാം. 300 ഗ്രാം ശർക്കര, അതായത് ഇതേപോലെ ഒരു വലിയ പീസ് എടുത്ത് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണ് നമ്മുടെ ശർക്കര പാനി. ഇത് മുഴുവനായി ചേർത്ത് മിക്സ് ചെയ്യുക. ശർക്കര പാനി ചേർത്താൽ പിന്നെ ചക്ക വെന്തുടഞ്ഞു പോകില്ല. ഇതിലേക്ക് 500 ml 2/4 പാൽ ചേർത്ത് തുറന്നു വെച്ച് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 ഭാഗം വറ്റുമ്പോൾ നമുക്ക് സാബുദാന ചേർത്ത് കൊടുക്കാം. തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. നല്ല പോലെ കുറുകി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ 5 ഏലക്ക ചതച്ചത്, 2 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 നുള്ളു ഉപ്പ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, നട്ട്സ്, ഉണക്കമുന്തിരി ഇവ എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം 1/4 പാൽ ചേർത്ത് യോജിപ്പിക്കുക. ഇത് 300 ml ഉണ്ട്. നന്നായി ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. 1/4 പാൽ ചേർത്ത ശേഷം ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് ഗീയുടെ ഫ്ലേവർ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഗീ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കാകും. ഈ പ്രഥമൻ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ചക്ക ഇഷ്ടപ്പെടാത്തവർ പോലും രുചിയോടെ കഴിച്ചു പോകുന്ന ഒരു സൂപ്പർ പ്രഥമനാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ആദ്യമായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.